اقترب للناس حسابهم وهم في غفلة معرضون يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم أولا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടു കൂടി അമലുകളെ പരിപൂർണമായും നിയന്ത്രിക്കണേ എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഈമാനും മരണം വരെ നിലനിർത്തി തരുമാറാവട്ടെ. നമ്മുടെ ഈ റമദാൻ അള്ളാഹു സ്വീകാര്യമായ റമദാനാക്കി മാറ്റി തരുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, മിക്കവാറും ചിലപ്പോ ഈ വെള്ളിയാഴ്ച അവസാനത്തെ വെള്ളിയാഴ്ച ആവാം. റമദാനിന്റെ മാത്രമല്ല ജീവിതത്തിൻ്റെയും മരണം ഏത് കവാടത്തിലൂടെയാണ് പ്രവേശിക്കുക നമുക്ക് അറിയില്ല. എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിക്കും അല്ലേ? ഒരു മരണം നടന്നാൽ പലപ്പോഴും നമ്മൾ ചോദിക്കും എങ്ങനെയാ മരിച്ചത്. അറ്റാക്കാണെന്ന് പറയും, അല്ലെങ്കിൽ പറയും കുറെ കാലായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാന്ന് പറയും, അല്ലെങ്കിൽ പറയും ക്യാൻസറാണ്, എത്ര കാലായി ക്യാൻസറാന്ന് പറയും. ഇങ്ങനെ ആ മരിച്ച കാരണങ്ങൾ നമ്മളെടുത്തു പറയും. സത്യത്തിൽ കാരണം അതൊന്നുമല്ല, ഒരൊറ്റ കാരണമാണ്. 4 മാസം ഗർഭിണിയായപ്പോ അള്ളാഹു നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 4ാമത്തെ മാസം രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ജീവിത നിശ്ചയ ക്രമ പരിപാടികൾ ഒക്കെ. അതാണ് ആ മരണത്തിന്റെ മുഖ്യമായ കാരണം. അത് എങ്ങനെയാണ് മരിക്കേണ്ടത്, എങ്ങനെയാണ് മരിക്കുക എന്ന് അള്ളാഹുവിന്റെ രേഖയിൽ കൃത്യമാണ്. എന്തുകൊണ്ട് ആ രേഖ മുന്നേ നമുക്ക് അറിയിച്ചിട്ടില്ല എന്ന് ചോദിച്ചാൽ നമ്മുടെ അമലുകൾ കൃത്യത വരുത്തുവാൻ വേണ്ടിയിട്ടാണ്. മൂസ നബി അലൈഹിസ്സലാമിനോട് ഫിർഔനും കൂട്ടരും ചോദിക്കുന്നുണ്ട്, എന്താണ് ഖിയാമത്ത് കുറെ കാലായല്ലോ പറയാൻ തുടങ്ങിയിട്ട്, എന്തുകൊണ്ട് നമുക്കത് അറിയിച്ചു തന്നിട്ടില്ല? തീർച്ചയായും ഖിയാമത്ത് എന്നുള്ളത് അത് ഗോപ്യമാണ്. സമയമായിരിക്കും അറിയില്ല, എപ്പോഴാ മരിക്കുക അതറിയില്ല. മരിക്കും എന്നുള്ളതേ അറിയുള്ളൂ, എപ്പോൾ എന്നത് ആർക്കും അറിയില്ല. എവിടെ വെച്ചാ മരിക്കുക ആർക്കും അറിയില്ല. എന്തുകൊണ്ട്, എന്തിനാണ് അങ്ങനെ ആക്കിയത്? ഓരോരുത്തരും നിഷ്ഠയോടെ, നിഷ്കളങ്കമായി, സൂക്ഷ്മമായി, ആത്മാർത്ഥമായി അമല് ചെയ്യാനാണ്. ഏപ്രിൽ 1-ാം തീയതി, വരുന്ന ഏപ്രിൽ 1-ാം തീയതി ഞാൻ മരിക്കുമെന്നറിഞ്ഞാൽ മാർച്ച് 25 വരെ തോന്നിയാസേ ജീവിക്കുക, ശേഷം നന്നായാൽ മതിയല്ലോ. അപ്പോൾ അമലുകൾക്ക് കൃത്യമായി സൂക്ഷ്മതയോടെ കൂലി തരണമെങ്കിൽ, നിഷ്കളങ്കമായി അമല് ചെയ്യണമെങ്കിൽ എപ്പോൾ മരിക്കും, എവിടെ മരിക്കും അതറിയാതിരിക്കണം. സർപ്രൈസ് എന്ന് പറയാറുണ്ട്, നമ്മൾ പലപ്പോഴും സർപ്രൈസ് ആണെന്ന് പറയാറുണ്ട്. മരണം സർപ്രൈസ് ആണ്. കാരണം ഇതന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ മരിച്ചു എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാനേ പറ്റുള്ളൂ. മരണം എപ്പോഴായാലും വരും. കഴിഞ്ഞ ആഴ്ച നമ്മുടെ മുന്നിൽ ഒരു അധ്യാപകൻ മരിച്ചെന്ന് നമ്മൾ ഓർത്തതാണ്. രാവിലെ മകളുടെ വീടിന്റെ മുകളിൽ കയറി, പണി നടന്നുകൊണ്ടിരിക്കുന്ന മകളുടെ വീടിന്റെ മുകളിൽ കയറി മരിച്ചു. തലേന്ന് അദ്ദേഹം പറഞ്ഞത്രേ, എനിക്ക് നെഞ്ചുവേദനയുണ്ട്, നാളെ കാണിക്കാൻ പോകണം എന്ന് പറഞ്ഞത്രേ. നമ്മൾ പത്രത്തിൽ വായിച്ചത് വീട് മരിച്ചു എന്നാണ്. സത്യത്തിൽ മരിച്ചു വീണു എന്നതാണ്. അറ്റാക്കായി മരിച്ചതാവാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സമയം 12:55. റമദാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ആവാം. നമ്മുടെ അമലുകൾ തിട്ടപ്പെടുത്തിയോ? ഒരു രോഗവും ഇല്ലാത്ത, ഒരു ഗുളികയും കഴിക്കാത്ത ആരെങ്കിലും ഈ പള്ളിയിലുണ്ടോ? ഒരു പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അവർ വിചാരിക്കും രക്ഷപ്പെട്ടതാണ്. ഇല്ല. ഒരു രോഗവും ഇല്ലാത്ത ഒരുപാട് ആളുകൾ മരിച്ചു പോകുന്നു.
വകം മിൻ സഖീമിൻ ആശ ഹീനൻ മിന ദഹരി. രോഗമുള്ള ഒരുപാട് ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. രോഗമില്ല എന്നുള്ളത് ജീവിച്ചിരിക്കുവാനുള്ള ന്യായമല്ല. രോഗമുണ്ട് എന്നുള്ളത് മരിക്കുവാനുള്ള കാരണവുമല്ല. ഞാനൊരു ഗുളികയും കഴിക്കാറില്ല എന്നൊരാൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ കുറെ കാലം ജീവിക്കും എന്ന് വിചാരിക്കണ്ട എന്നാ പറഞ്ഞതിന്റെ മറ്റൊരു മലയാളം. ഒന്നുകൂടി ചോദിക്കുന്നു, ഒരു ഗുളികയും കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ചിലപ്പോ അവരാണ് പെട്ടെന്ന് മരിച്ചു പോവാ. നിങ്ങൾ വിചാരിക്കും മൗത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വേദന വരുമ്പോ തൊട്ടടുത്ത എല്ലാ സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ പോയാൽ രക്ഷപ്പെടുന്നു വിചാരിക്കും. ക്യാൻസർ രോഗിയെ കീമ ചെയ്യാൻ പണങ്ങൾ ചെലവഴിക്കുന്നു. എന്തിനാ? രക്ഷപ്പെടാൻ. ആ പ്രയോഗം ഉണ്ടല്ലോ, അൽക്കാന്നാണ് അഭിമുഖത്തിനാ പറയാ, ഇന്റർവ്യൂവിനൊക്കെ പറയാ. മുലാഖിക്ക് മുഖാമുഖം കാണുന്നാണ്. നമ്മൾ ആരെങ്കിലും മരണത്തിനെ കണ്ടിനോ? മരിച്ചവരാരും നമ്മൾ കണ്ടിട്ടില്ല, അപ്പൊ മരിച്ചിട്ടുണ്ടാവുമല്ലോ. മരിച്ചവരാരെങ്കിലും മരണത്തിനെ കണ്ടിനോ? അറിയില്ല. പക്ഷെ ഖുർആൻ പറഞ്ഞത് മുഖാമുഖം കാണുന്നാണ്. മുഖാമുഖം കാണുന്നതിനെയാണ് മുലാഖാത്ത് എന്ന് പറയാ. മുഖാമുഖം കാണും മരണത്തിൽ നിന്നാണ്. ആ മുഖാമുഖം കാണുമ്പോഴുണ്ടാകുന്ന മനുഷ്യന്റെ അവസ്ഥയാണ് അവിടെ വിശദീകരിച്ചത്. എന്നൊക്കെ പറഞ്ഞല്ലോ. ആ റൂഹ പിടിക്കുമ്പോഴുണ്ടാകുന്ന മനുഷ്യന്റെ ഗദ്ഗതങ്ങളാണ്, പ്രയാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചു കരഞ്ഞു. മരണനേരത്ത് വേദനയുണ്ടായി. ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയാണെന്ന് പറഞ്ഞു. അപ്പോ ആയിഷ ബീവിയുടെ സംശയാണ്, അല്ലാഹുവിന്റെ റസൂലല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടവർക്ക് മരണത്തിന് വേദനയോ? റസൂലുള്ള പറഞ്ഞു, നിങ്ങളിൽ രണ്ടുപേർക്കുള്ള വേദന എനിക്കൊരാൾക്കുണ്ട് എന്ന്. ആയിഷ, ഇന്നലിൽ മൗതി സകറാത്ത്, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. വേദന, മരണവേദന, മരണവേദന എന്ന് പറയാറുണ്ട്. ആക്സിഡന്റിൽ പെട്ട് കിടക്കയിൽ കിടക്കുമ്പോ പറയും മരണവേദനയായിരുന്നു ആ നേരത്ത് എന്ന് പറയാറുണ്ട്. കാരണം മരിച്ചതിന് ശേഷം നമുക്ക് പറയാൻ കഴിയില്ല. ജീവിച്ചിരിക്കുമ്പോഴുള്ള വേദനയെപ്പോലും നമ്മൾ പറയാറുള്ളത് മരണവേദന എന്നാണ്, അല്ലേ? എന്ന് പറഞ്ഞാൽ അത്രമാത്രം വേദനയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, ആ വേദന നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്നാണ്. ആ നേരത്തുണ്ടാകുന്ന വെപ്രാളമുണ്ട്, ആ നേരത്തുണ്ടാകുന്ന വിഷമമുണ്ട്. പക്ഷെ ചില ആളുകൾക്ക് വെപ്രാളമല്ല ഉണ്ടാവുക. ചില ആളുകൾ നല്ല ശാന്തമായിട്ടാ പോവുക, മനസ്സമാധാനത്തോടെയാ പോവുക. അതിന്റെ കാരണം വിളിക്കാൻ, അല്ലയോ? വാ വാ വാ, വരൂ വരൂ എന്ന് വിളിക്കുന്നു. ആര് വിളിക്കുന്നു? നിർഭയത്വത്തോടെ വാ, പേടിക്കണ്ടടോ, വാ, വന്നു, പേടിക്കാതെ വാ, സലാമായി ശാന്തമായി വാ, ശാന്തിയോടെ വാ. എന്തിനാ ഇത്ര പേടിക്കേണ്ട ആവശ്യം എന്താണ്? വരൂ എന്ന് വിളിക്കുന്ന രംഗമാണ്. ആരെയാണ് വിളിക്കുക? ആരെയാണ് വിളിക്കുക? രണ്ട് സൂറത്തിൽ, സൂറത്തുൽ മുഅ്മിനൂനും സൂറത്തുൽ ഗാഫിറൂനിലും വന്നായതാണ്. മലക്കൾ പ്രാർത്ഥിക്കുന്നവരാണ് അവർ. എവിടെ? ഈ രൂപത്തിൽ മരിക്കണമെങ്കിൽ ദുനിയാവിൽ മലക്കുകളുടെ പ്രാർത്ഥന ലഭിച്ചവരായിരിക്കും അവർ. ആ പ്രാർത്ഥന എന്താ? റബ്ബന, അല്ലാഹുവേ, ഇവരെ നീ എത്തിക്കണേ, ഇവരെ നീ പ്രവേശിപ്പിക്കണേ, ജന്നാതി അദിനിൻ അല്ലതി വഅദ്തഹും, നീ കരാർ ചെയ്ത സ്വർഗ്ഗത്തിൽ ഇവരെ എത്തിക്കണേ. അബ്ദുറഹ്മാൻ മരിക്കുമ്പോ, ആയിഷ മരിക്കുമ്പോ അവർക്ക് വേണ്ടി മലക്കൾ പ്രാർത്ഥിക്കുന്നു, ഇവരെ എത്തിക്കണേ. ആരാണ് ഇവർ? വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. ആരാണ് ഇവർ? ഇവർ ഇസ്ലാഹ് നടത്തിയവരാണ്. ഇസ്ലാഹി പ്രസ്ഥാനമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇസ്ലാഹ് നടത്തിയവരാണ്. ആരെയാ ഇസ്ലാഹ് നടത്തിയത്? ഇസ്ലാഹിന്റെ ഭാഷാർത്ഥം പറയേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെ? നന്നാക്കിയവരാണ്. ആരെയാണ് ഇവർ നന്നാക്കിയത്? മിൻ ആബാഇഹിം, മാതാപിതാക്കളെ.
വഅസ്വാജിഹിം ഇണകളെ, വദുരിയാതിഹിം മക്കളെ, ഈ 3 പേരെയും നന്നാക്കിയവരാൻ. ഒന്ന് അടുത്തിരിക്കാൻ പറ്റുന്നവര് ഒന്ന് അടുത്തിരുന്നാൽ നന്നായിരുന്നു. അതെങ്ങനെയാ നന്നാക്കുക? രാവിലെ അത്താഴത്തിന് എഴുന്നേറ്റു, 4 മണിക്ക് അത്താഴം കഴിക്കുന്ന ഉപ്പ, ശേഷം നിസ്കരിക്കുന്ന ഉപ്പ, ഉപ്പയോട് മകൻ പറഞ്ഞു കൊടുക്കുന്ന ഉപ്പ, അത്താഴം വൈകിക്കലാണ് നല്ലത്. ബാങ്കിന്റെയും അത്താഴത്തിന്റെയും ഇടയിൽ ഒരു 50 ആയത്ത് ഓതുന്നത് ദൈർഘ്യമേ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുന്ന മകൻ ഉപ്പയെ ഇസ്ലാഹ് നടത്തിയവനാണ്. നോമ്പ് മുറിക്കാൻ അപ്പുറത്തുള്ള ഏതോ പള്ളിയുടെ ബാങ്ക് കേൾക്കാൻ കാത്തിരിക്കുന്ന ഉമ്മയോട് പറഞ്ഞു, ഉമ്മ സമയത്തിലാണ് നോമ്പ് മുറിക്കേണ്ടത്, സമയം ഇത്ര മണിയാണ്. അവര് 3 മിനിറ്റ് വൈകിക്കുന്നത് അത് റസൂൽ പഠിപ്പിക്കാത്തതാണ് എന്ന് പറയുമ്പോൾ ആ മകൻ ഇസ്ലാഹ് നടത്തിയവനാണ്. ഇങ്ങനെ മക്കളിൽ, ഉപ്പയിൽ, ഇണകളിൽ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒക്കെ ഇസ്ലാഹ് നടത്തിയവർ. വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. 8 വാതിലുകൾ നാം വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞ ആഴ്ച. ആ 8 വാതിലുകളിൽ കൂടി പ്രവേശിപ്പിക്കും. എങ്ങനെ? മലക്കൾ കൈപിടിച്ച് ഇങ്ങനെ പോവാൻ. സ്വർഗത്തിന്റെ 8 വാതിലിൽ കൂടിയും അല്ലാഹു അതിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ റമദാനിൽ ഇക്കഴിഞ്ഞ ദിനങ്ങളിൽ നാം അത്താഴത്തിന് എഴുന്നേറ്റു. റമദാൻ കഴിഞ്ഞാലും ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോഴേ തീരുമാനിക്കണം, മനസ്സിനെ ഇപ്പോൾ തന്നെ പാകപ്പെടുത്തണം. ചില ആളുകൾ പറയാതെ വെള്ളിയാഴ്ച ഇരാ കുറച്ചു ദിവസം കൂടിയല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നവർക്ക് അത് നടക്കൂല, അവർക്കത് സാധിക്കൂല. മറിച്ച് നമ്മൾ ഇപ്പോഴേ പാകപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് റമദാൻ കഴിഞ്ഞാലും എന്റെ മകനും എന്റെ മകളും എന്റെ ഭാര്യയും എന്റെ ഭർത്താവും എന്റെ ഉപ്പയും എന്റെ ഉമ്മയും എല്ലാവരും ഇതുപോലെ 5 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു കുടുംബം, ഒരു വീട്, എന്തൊരു രസമായിരിക്കും അത്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ. റമദാൻ കഴിഞ്ഞാലും അങ്ങനെ എല്ലാവരും എഴുന്നേൽക്കുക, രാവിലെ നിസ്കരിക്കുക, വീട്ടിൽ ഖുർആൻ ഓതുക, അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം. അവര് മലക്കുകൾ കൈപിടിച്ച് ഇങ്ങനെ 8 വാതിലിൽ കൂടിയും അവരെ കയറ്റും. വൽ മലായികതു യദ്ഖുലൂന, മലക്കുകളും പ്രവേശിക്കും, അലൈഹിം അവരുടെ കൂടെ, മിൻ കുല്ലി ബാബിൻ എല്ലാ വാതിലുകളിൽ കൂടിയും. അല്ലാഹു കൂടെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പിന്നെ അപ്പൊ എന്താ വേണ്ടത്? അതിന് നമ്മൾ മരണത്തെ ഓർത്ത് ജീവിക്കണം, സമാധാനത്തോടെ മരിക്കണം. സമാധാനത്തോടെ മരിക്കാൻ സമാധാനത്തോടെ ജീവിക്കണം. സമാധാനത്തോടെ ജീവിക്കാൻ ഉപ്പയും ഉമ്മയും മക്കളും ഭാര്യയും ഭർത്താവും പരസ്പരം തിരിച്ചറിയണം. എങ്ങനെ തിരിച്ചറിയണം? ഉപദേശത്തിലൂടെ, ഇസ്ലാഹിലൂടെ, നന്മയിലൂടെ, ഗുണകാംക്ഷയിലൂടെ തിരിച്ചറിയണം. രാവിലെ ഭക്ഷണം കഴിക്കാതെ മകൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ആ മകൾക്ക് ടിഫിൻ പാത്രം കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു 100 രൂപ കൊടുക്കാൻ രക്ഷിതാവ് കാണിക്കുന്ന താല്പര്യം ആ മകൾ രാവിലെ സുബഹി നിസ്കരിച്ചില്ലെങ്കിൽ കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നാം ഒന്ന് ഒരു അടിവരയിട്ട് ചിന്തിക്കേണ്ടത്. അപ്പൊ ഇസ്ലാഹ് എവിടെയാണ്? ഇസ്ലാഹ് എങ്ങനെയാണ്? അങ്ങനെയാ നടത്തേണ്ടത്. അങ്ങനെ നടത്തിയാൽ നാട്ടിൽ സമാധാനം ഉണ്ടാകും, വീട്ടിൽ സമാധാനം ഉണ്ടാകും, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും, മനസ്സിൽ സമാധാനം ഉണ്ടാകും. അപ്പോഴാണ് അല്ലയോ ശാന്തിയാണ് ആത്മാക്കളെ, തൃപ്തിയുള്ളവനായി നീ വരൂ എന്ന് എപ്പോഴാ പറയുക? മരിച്ചപ്പോഴും മരിക്കുമ്പോഴും ഖബറിലുള്ളപ്പോഴും പരലോകത്തും വിളിക്കുകയാണ്. പറയാറുണ്ടല്ലോ, തൃപ്തിയുള്ളവരായി വാ എന്ന് മലക്കുകൾ വിളിക്കും. എന്റെ അടിമേ വരൂ, വാ, വരണോ ഇരിക്കപ്പോ എന്നൊക്കെ പറയില്ലേ? സ്വർഗത്തിലേക്ക് വാ. ഇത് എപ്പോഴാ വിളിക്ക? മരിക്കുമ്പോൾ വിളിക്കാൻ. ആ മുലാഖീക്കും എന്ന് പറഞ്ഞല്ലോ, അഭിമുഖം കാണുമ്പോൾ തന്നെ നമ്മോട് പറയാണ് മലക്കുകൾ, വാ, വരൂ, കയറൂ, സ്വർഗത്തിലേക്ക് വാ. അല്ലാഹു കൂടെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നാം ശ്രദ്ധിക്കേണ്ടത് അതിനു വേണ്ടിയുള്ള മറ്റൊരു ഭാഗം ഇസ്തിഗ്ഫാറും തൗബയുമാണ്. ചില ആളുകളുടെ ധാരണ, ഏതെങ്കിലും ഒരു രാത്രി റമദാൻ 27 ഒരു ഉസ്താദിനോട് പറഞ്ഞാൽ ഉസ്താദിന്റെ വാചക കസർത്തുകളാണ് ഇസ്തിഗ്ഫാർ എന്ന് തെറ്റിദ്ധരിച്ച ഖൗമ് നമ്മുടെ മുമ്പിലുണ്ട്. തൗബ എന്നതിന് പേരിടുക. തൗബ എന്ന് പറഞ്ഞാൽ എന്താ? തൗബ വേറെ, ഇസ്തിഗ്ഫാർ വേറെയാണ്. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊരാൾക്ക് വേണ്ടി നടത്താം, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഇത് ഇസ്തിഗ്ഫാറാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നടത്തുന്ന പാപമോചനം, അതിന്റെ പേരായി ഇസ്തിഗ്ഫാർ. സ്വന്തത്തിന് നടത്താം, മറ്റുള്ളവർക്ക് നടത്താം. തൗബ അവനവൻ ചെയ്യേണ്ടതാണ്.
അള്ളാഹുവെ, ഇന്നൊരു മനുഷ്യൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, ഇനി ഒരിക്കലും തെറ്റ് ചെയ്യൂല എന്ന് പറഞ്ഞ് ഓന് വേണ്ടി ഞാൻ തൗബ ചെയ്തെന്ന് പറയാൻ പറ്റൂല. തൗബ അവനവൻ ചെയ്യേണ്ടതാണ്. ഇതാണ് പാതിരാവാദികളിൽ ചില ആളുകൾ മൈതാനത്ത് പോയി നടത്താറുള്ളത്. അത് തൗബയല്ല. തൗബ അങ്ങനെയല്ല. തൗബ അവനവൻ ചെയ്യേണ്ടതാണ്. അത് വേറെ രണ്ടാമത്തെ ഒരു മനുഷ്യൻ അറിയാതെ ചെയ്യേണ്ടതാണ്. അത് ആ തെറ്റ് ചെയ്ത മനുഷ്യനും അല്ലെങ്കിൽ അടിമയും ഉടമയും തമ്മിലുള്ള ഒരു സ്വകാര്യമായ ഇടപാടാണ്, രഹസ്യമായ ബാന്ധവമാണ് തൗബ എന്നുള്ളത്. അത് വേറെ ആരും അറിയില്ല. അത് ആ പറയുന്നവനും പടച്ചോനും മാത്രമേ അറിയുള്ളൂ. അതിൽ ഗദ്ഗതങ്ങൾ ഉണ്ടാവും, കരച്ചിലുണ്ടാവും, സങ്കടം ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, വേദന ഉണ്ടാവും. ഇനി ഉണ്ടാവില്ല പടച്ചോനെ എന്നുണ്ടാവും, പറ്റിപ്പോയി എന്നുണ്ടാവും, കുറ്റബോധം ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ വരും. അതിനാ തൗബ എന്ന് പറയാം. തൗബ അവനവൻ ഒറ്റക്ക് ചെയ്യേണ്ടതാണ്, വേറൊരാൾ അറിയാതെ, ആരെയും അറിയാതെ. ഞാൻ ഇന്നലെ തൗബ ചെയ്ത് കുറേ തൗബ ചെയ്തിട്ടാ എന്ന് പറയാൻ പറ്റൂല. നമുക്ക് വേണ്ടത് എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചെന്ന് പറയാ, പക്ഷെ എനിക്ക് വേണ്ടി ഞാൻ തൗബ ചെയ്യുന്ന വേറെ ആൾ പറയാൻ പറ്റൂല. അത് സ്വകാര്യ ഇടപാടാണ്. അത് ഞാനും എന്റെ റബ്ബും തമ്മിലുള്ള ഒരു ആത്മാർത്ഥമായ ബന്ധത്തിന്റെ ഭാഗമാണ്. തൗബ വേറെയാണ്. തൗബ അവനവൻ ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള തഹ്രീമിൽ യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ. നല്ല തൗബ ചെയ്താൽ അസാ റബ്ബുക്കും അയ്യുകഫിറ അൻകും സയ്യിആതികും. തൗബ ചെയ്താൽ നിങ്ങളുടെ റബ്ബ് അയ്യുകഫിറ അൻകും സയ്യിആതികും, നിങ്ങളുടെ തെറ്റുകൾ പുറത്തു തരും. കഫറ എന്നാണ് മായ്ക്കുക എന്നാണ്. നമ്മുടെ ബോർഡിൽ എഴുതിയ മായ്ക്കുന്നതിന് കഫറ എന്ന് പറയാം. പിന്നെ ഒരാൾക്ക് അത് വായിക്കാൻ കഴിയില്ല. വേറൊരാൾക്ക് വായിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് മായ്ക്കുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഒരു തെറ്റ് ചെയ്ത മനുഷ്യനെ ആക്ഷേപിക്കാൻ പാടില്ല എന്ന് അതുകൊണ്ടാണ് ഖുർആൻ മജീദ് പഠിപ്പിച്ച്. കാരണം ഓ തൗബ ചെയ്തിട്ടുണ്ടെങ്കിലോ പറഞ്ഞ് നമ്മൾ പൊട്ടനാവും. അയ്യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹാ അൻഹാർ. ഓനെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കും. ഒന്നുകൂടി പറഞ്ഞു, തൗബ ചെയ്തവർക്ക് മാത്രമുള്ളതാണ്. യൗമ ലാ യുഖ്സില്ലാഹു അൻ-നബിയ്യ വല്ലദീന ആമനു മഅഹ്. നമ്മൾ ഒന്നുകൂടി രണ്ടാമത്തെ അടി വരേണ്ട ഒരു പ്രയോഗമാണത്. യൗമ ലാ യുഖ്സില്ലാഹു അൻ-നബിയ്യ, അല്ലാഹുവിനെ അല്ലാഹു നബിമാരെ അപമാനിക്കാത്ത ദിവസം. വല്ലദീന ആമനു മഅഹ്, മുഅ്മിനുകളെയും അപമാനിക്കാത്ത ദിവസം സ്വർഗ്ഗത്തിലെത്തി. അതിന്റെ അർത്ഥം എന്താ? ഈ തൗബ ചെയ്തതിനും അല്ലാഹ് അപമാനിക്കൂല. ഓന് ശിക്ഷയില്ല എന്നർത്ഥം. ഓൻ 100% ക്ലിയറായി. തെറ്റ് ചെയ്തവൻ തൗബ ചെയ്താൽ ഓൻ എന്തില്ല? ശിക്ഷയില്ല. ഓന് നേരെ സ്വർഗത്തിലാണ്. കാരണം എന്താ? അവന്റെ എല്ലാം അല്ലാഹു മായ്ച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ അവന്റെ തെറ്റ് നമ്മൾ വേറെ ആള് പറഞ്ഞാൽ ഗീബത്താകും, നമീമത്താകും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ ഹദീസ് ഉണ്ടല്ലോ, അതിന്റെ ഗൗരവം അവിടെയാണ്. കാരണം ആ തെറ്റ് ചെയ്തവൻ അല്ലാഹുവോട് തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അല്ലാഹുവിന്റെ അടുക്കൽ ആരായി? സ്വർഗത്തിലായി. പറയുന്നത് നമ്മളോ ഗീബത്ത് പറഞ്ഞവനായി, നമ്മളെടുത്തും നരകത്തിലെത്തും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ നാവിനെ ശ്രദ്ധിക്കണം. അസാ റബ്ബുക്കും അയ്യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹാ അൻഹാർ ദാലിക യൗം. അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു നൂറും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം. അവർക്ക് അടുത്ത പ്രത്യേകതയാണ്. തെറ്റ് പുറത്തുനിന്ന് മാത്രമല്ല, തെറ്റുകൾ മായ്ക്കപ്പെട്ടത് മാത്രമല്ല, സ്വർഗത്തിലെത്തിയത് മാത്രമല്ല, റസൂലുള്ളാഹി മുഅ്മിനുകളുടെ കൂടെയാണെന്ന് മാത്രമല്ല, അടുത്തത് നൂറുഹും, അവർക്ക് പ്രകാശം ഉണ്ടാവും. അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്താ പ്രകാശത്തിന്റെ പ്രത്യേകത? യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം, അവരുടെ മുന്നിലും പിന്നിലും പ്രകാശിതമായിരിക്കും. നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു പ്രാർത്ഥന പഠിച്ചിട്ടുണ്ടല്ലോ, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ. ആ പ്രാർത്ഥന അറിയാത്ത ആരെങ്കിലും ഈ പള്ളിയിലുണ്ടെങ്കിൽ ഈ റമദാനിൽ ഇന്ന് പഠിക്കണം. ഉമ്മമാരെ ശ്രദ്ധിക്കണം, നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, ഭർത്താക്കന്മാരെ പഠിപ്പിക്കണം. സ്ത്രീകൾ പൊതുവെ പഠിക്കുന്നവരായിരിക്കും ഈ വിഷയത്തിലൊക്കെ. പഠിപ്പിക്കണം. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫീ ബസ്രി നൂറ വഫീ സംഇ നൂറ എന്നിങ്ങനെ വലിയൊരു പ്രാർത്ഥനയാണ്. പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ പ്രാർത്ഥനയുണ്ട്. സുജൂദിൽ റസൂൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് രാത്രി നിസ്കാരത്തിൽ. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ, അല്ലാഹുവേ എന്റെ ഖൽബിൽ നീ പ്രകാശം തരണേ. എന്റെ കാഴ്ചയിൽ, എന്റെ കേൾവിയിൽ, എന്റെ മുന്നിൽ, എന്റെ പിന്നിൽ, എന്റെ ഇടത്, എന്റെ വലത്, എന്റെ മുകളിൽ, എന്റെ താഴെ, എന്റെ ശരീരത്തിൽ മുഴുവനായും എനിക്ക് നീ പ്രകാശം തരണേ. അത് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന പൂർത്തീകരിക്കുന്നു. നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം. ആ പ്രകാശം ആർക്കാ കിട്ടുക? തൗബ ചെയ്തവർക്കാണ്. തൗബ ചെയ്യണം.
പിന്നെ ഇസ്തിഗ്ഫാർ ചെയ്യണം. റസൂൽ ചെയ്ത ഇസ്തിഗ്ഫാറാണ് അസ്തഗ്ഫിറുല്ലാഹ്. ഒരു ദിവസം 75 തവണ പറഞ്ഞു. മറ്റൊരു ഹദീസിൽ റസൂൽ 100 തവണ പറഞ്ഞു. ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാർ നമ്മൾ എല്ലാവരും ചെയ്യേണ്ടതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യേണ്ടതാണ്. ഉപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, കൂട്ടുകാരന്, കൂട്ടുകാരികൾക്ക്, ഭാര്യക്ക്, ഭർത്താവിന്, മക്കൾക്ക്, അങ്ങനെ ആർക്കൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഇസ്തിഗ്ഫാർ ചെയ്യാം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. മുഅ്മിനുകൾക്ക് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അത് ഇസ്തിഗ്ഫാറാണ്, പാപമോചനമാണ്. അല്ലാഹുവേ അവർക്ക് പുറത്തു കൊടുക്കണേ എന്നാണ്. മലക്കൾ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും. ഒരാൾ വുളു ഉണ്ടാക്കി പള്ളിയിലേക്ക് കയറിയാൽ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നത് വരെ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുവേ ഇവന് നീ ഇസ്തിഗ്ഫാർ കൊടുക്കണേ, പാപമോചനം കൊടുക്കണേ, പുറത്തു കൊടുക്കണേ എന്ന് മലക്കൾ പള്ളിയിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലാഹു കൂടെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ പ്രാർത്ഥന കിട്ടാതിരിക്കാനാണ് ചില ആളുകൾ പറഞ്ഞത് സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞത്. സ്വാർത്ഥ താല്പര്യമുള്ളവർ. സ്ത്രീകൾക്ക് പള്ളി നിർബന്ധമൊന്നുമല്ല, പക്ഷേ വന്നാൽ പുണ്യമാണ്, വന്നാൽ പുണ്യമാണ്. അതുകൊണ്ട് നമ്മൾ വരുന്ന പോലെ ജുമുഅക്കും തറാവീഹുകളും സ്ത്രീകളെ വരെ പ്രേരിപ്പിക്കണം. അവർക്ക് ആ ഓരോ കാലുകൾ വെക്കുമ്പോഴും ആ കാലുകൾക്കനുസരിച്ചുള്ള തെറ്റുകൾ പുറത്തു കൊടുക്കും. ആർക്ക്? പള്ളിയിൽ വരുന്നവർക്ക് എല്ലാവർക്കും. കുട്ടികൾ വന്നാലും പ്രായമുള്ളവർ വന്നാലും എല്ലാവർക്കും അത് അവർക്ക് കിട്ടും. പള്ളിയിൽ ഒരാൾ ഒന്നുണ്ടാക്കി പള്ളിയിൽ കയറിയാൽ ഇറങ്ങുന്നത് വരെ മലക്കൾ അവർക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ആർക്ക്? പള്ളിയിൽ ഇരിക്കുന്ന എല്ലാവർക്കും. പുരുഷന്മാർ ആലോചിക്കും, നമുക്ക് കിട്ടും. അല്ലാഹു കൂടെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ ഇസ്തിഗ്ഫാർ നമ്മൾ ചെയ്യണം. റമദാൻ അവസാനത്തെ ദിനങ്ങളാണ്. ഇനി എത്ര ദിവസം നമ്മൾ ഉണ്ടാവും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അടുത്തൊരുണ്ടാവും, ചിലപ്പോൾ നാളെ തന്നെ മരിച്ചു. അല്ലാഹു മരിക്കുമ്പോൾ ഈമാനോട് മരിപ്പിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഒന്നുകൂടി ഓർപ്പിക്കാൻ, ഈ റമദാൻ ഇത്രയും ദിനങ്ങൾ, ഇത്രയും നോമ്പുകൾ നമ്മൾ സ്വീകരിച്ചോ ഇല്ലേ? അപാകതകൾ വന്നിട്ടുണ്ടാവും, ദേഷ്യം പിടിച്ചിട്ടുണ്ടാവും അല്ലേ? അതൊരു അപാകതയാണ്. ചിലപ്പോ ചൂടായിട്ടുണ്ടാവും, അപാകതയാണ്. അറിയാതെ അശ്രദ്ധമായി കളവ് പറഞ്ഞു പോയിട്ടുണ്ടാവും, അതൊരു അപാകതയാണ്. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവും, അതൊരു അപാകതയാണ്. ജമാഅത്തുകൾ വൈകി പോയിട്ടുണ്ടാവും, അപാകതയാണ്. സംസ്കാരത്തിൽ അലംഭാവം ഉണ്ടായിട്ടുണ്ടാവും, അപാകതയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി ഇൻഷാ അല്ലാഹ് എണ്ണുക. എത്ര ദിവസമുണ്ട്? വിരലുകൊണ്ട് എണ്ണുക. ഇത്ര ദിവസമേ ഉള്ളൂ. ഇന്ന് വെള്ളിയാഴ്ച 1-10 കഴിഞ്ഞു. ഇനി എത്ര ദിവസമുണ്ട്? അപ്പോ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഈ ജുമാക്ക് ശേഷം മുതൽ എന്താ ചെയ്യാൻ പറ്റുക? മാറണം, നന്നാവണം, ഒന്നുകൂടി നന്നാവണം, ഒന്നുകൂടി മാറണം, ഒന്നുകൂടി മാറ്റണം. ആ രൂപത്തിൽ നമ്മുടെ ചിന്തകളെ മാറ്റിയെടുക്കണം. കഴിഞ്ഞ തറാവീഹ് റബ്ബന തഖബ്ബൽ മിന്ന എന്ന പ്രാർത്ഥന, കഴിഞ്ഞ തറാവീഹ്, ഇന്നലത്തെ തറാവീഹ്, ഇന്നലത്തെ ഇശ, ഇന്നലത്തെ മഗ്‌രിബ്, ഇന്നലത്തെ അസ്റൊക്കെ സ്വീകരിച്ചു ആലോചിക്കണം. ഇനി ഉള്ള ദിനങ്ങൾ എങ്ങനെയാക്കാൻ പറ്റും? എഴുത്തിക്കാഫ് ഇരിക്കാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. എഴുത്തിക്കാഫ് എന്താണെന്ന് ആലോചിക്കാത്തവരുണ്ടാവും. എഴുത്തിക്കാഫ് പള്ളിയിൽ മുഴുവൻ സമയം ഇരിക്കാൻ പറ്റുന്നവർ അങ്ങനെ ഇരിക്കണം. എല്ലാത്തവർ പറ്റാവുന്ന നേരങ്ങളിൽ ഇരിക്കണം. സ്വകാര്യമായി താബികൾ പറഞ്ഞത്, ചിലരുടെ സഹാബികളുടെ താബികളുടെ ശീലങ്ങൾ പള്ളിയിൽ ഭാഗം അവർ തെരഞ്ഞെടുത്തിരുന്നാണ്. ഇങ്ങനെ 2 വടി കുത്തിയിട്ട് വേറെ ആൾക്കാരായിട്ട് ഇരിക്കാതിരിക്കാൻ അവര് തന്നെ ഇരിക്കുന്ന അങ്ങനെ ശീലമൊക്കെ ഉണ്ടായിരുന്നാണ്. അപ്പോ പരമാവധി പടപ്പുകളോട് ഉള്ള ബന്ധം കുറക്കുക. പടച്ചവരുള്ള ബന്ധത്തിലേക്ക് ഒന്നുകൂടി നന്നാക്കാൻ ശ്രദ്ധിക്കണം. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. പടപ്പുകളുടെ ബന്ധം ഉണ്ടാവണം, ഇടപഴകണം. പക്ഷെ അവസാനത്തെ പത്തിൽ ഒന്നുകൂടി പടച്ചവരിലേക്ക് അടുക്കുവാൻ തയ്യാറാവണം. ആ തയ്യാറാവൽ ഉണ്ടായിട്ടുണ്ടോ? ഖുർആൻ എത്ര ഓതി, എത്ര പേജ് ഓതി, എത്ര ഹത്തമായി, എത്ര ജുസായി, എത്ര സൂറത്തായി ഒന്ന് ആലോചിക്കണം. ഖുർആൻ റമദാൻ വലിയൊരു ഭാഗം കഴിഞ്ഞല്ലോ. 60-70% റമദാൻ കഴിഞ്ഞു. ഖുർആൻ എത്ര ശതമാനം ഓതി കഴിഞ്ഞു എന്നാലോചിക്കണം. അതിൽ എത്ര ആയത്ത് നമ്മൾ അർത്ഥം പഠിച്ചു? ഇനി എന്താണ് നമ്മുടെ തീരുമാനം? ഖുർആന്റെ വിഷയത്തിൽ നമ്മുടെ തീരുമാനം എന്താണ്? ഖുർആൻ ഓതിയ വിഷയം നമ്മുടെ തീരുമാനം എന്താണ്? ഓതിയ ആയത്തുകൾ കൃത്യമായി ഓതിയിട്ടുണ്ടോ? അതല്ല അക്ഷരങ്ങൾ തിരിയാതെ, മഖറജില്ലാതെ, ഉച്ചാരണമില്ലാതെയാണോ? ശ്രദ്ധിക്കണം. സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? സക്കാത്ത് റമദാനിലല്ല, എന്നാലും കൊല്ലം തികയുമ്പോൾ, കാലം തികയുമ്പോഴാണ്. എന്നാലും നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ആലോചിക്കണം. നമ്മുടെ വസ്ത്രം പുരുഷന്മാർ ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല, നിയമമാണ്. നമ്മുടെ വസ്ത്രം അങ്ങനെയാണോ? സ്ത്രീകൾ കൃത്യമായി അവിടുത്തെ മറച്ചിട്ടാണോ പുറത്തിറങ്ങുന്നത്? പള്ളിയിൽ വരുമ്പോൾ നല്ല രൂപത്തിൽ വരും, പുറത്തെങ്ങനെയാണ്? നമ്മുടെ മക്കൾ എങ്ങനെയാണ്? SLC പരീക്ഷ നടക്കും, +2 പരീക്ഷ നടക്കും, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അവർക്ക് പരീക്ഷയിൽ ജയിക്കാൻ, ബുദ്ധി കൂടാൻ, ബുദ്ധി വർദ്ധിക്കാൻ, നല്ല നിലയിൽ ഭൗതികമായി ഉയരാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? കൂട്ടത്തിൽ പരലോകം പ്രാർത്ഥിക്കാൻ മറന്നുപോയിട്ടുണ്ടോ? നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? രാവിലെ ഉണരുമ്പോഴുള്ള പ്രാർത്ഥന
അല്ലാഹു ആഫാനി ഫി ബദനി, അല്ലാഹു എൻ്റെ ശരീരത്തിന് ആരോഗ്യം തരണേ. നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? മറന്നുപോയോ? എങ്കിൽ നാളെ പ്രാർത്ഥിക്കൂ. പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കണം. മരിച്ചാൽ എവിടെയാണ്? ഇപ്പോൾ മരിച്ചാൽ എവിടെയാണ്? ഈ നേരം ഈ റമദാനിൽ മരിച്ചാൽ സ്വർഗത്തിലാണ് നമ്മൾ പറയാറുള്ളത്. എങ്കിൽ ഞാൻ മരിച്ചാൽ സ്വർഗത്തിലെത്തും. ഇന്ന് രാവിലെ മുതൽ ഈ ഉച്ച വരെ ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? എങ്കിൽ എൻ്റെ നോമ്പ് സ്വീകരിക്കുമോ? ഇന്ന് രാവിലെ മുതൽ ഈ ഉച്ച വരെ ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ളവരെ കണ്ടിട്ട് ഞാൻ അവഗണിച്ചിട്ടുണ്ടോ? എങ്കിൽ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അവഗണിച്ചവനെ അള്ളാഹു വിളിച്ചത് അവൻ ദീനിനെ കളവാക്കിയവനാണ് എന്നാണ്. അപ്പോൾ എൻ്റെ ദീൻ ഞാൻ കളവാക്കിയവനാകുമോ? എങ്കിൽ എൻ്റെ റമദാൻ സ്വീകരിക്കുമോ? എൻ്റെ തറാവീഹ് സ്വീകരിക്കുമോ? ഞാൻ കൃത്യമായി കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ടോ? ചിലവഴിക്കേണ്ടത് ചിലവഴിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരുപാട് ചിന്തകൾ ഇരിക്കണം. ഒന്ന് ഫ്രീ ഉണ്ടാകുമ്പോൾ മാറ്റിവെച്ച് മൊബൈൽ തൽക്കാലം ഓഫാക്കി വെച്ച് ദൂരെ വെച്ച് ആരും അറിയാതെ വീട്ടിൽ പള്ളിയിൽ ഇരിക്കണം, ആലോചിക്കണം, പഠിക്കണം, കൃത്യമായി ഒരു വിലയിരുത്തൽ നടത്തണം. അങ്ങനെ നാം ചിന്തിക്കുക, ഈ റമദാൻ ഈ കഴിഞ്ഞ ഇത്രയും നോമ്പ് കൃത്യമായി എനിക്ക് നിയമങ്ങൾ പാലിക്കാൻ റബ്ബ് പറഞ്ഞതുപോലെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തണം. കാരണം ഇനി ഒരു വെള്ളിയാഴ്ച കിട്ടില്ല, ഇനി ഒരു വ്യാഴാഴ്ചയുള്ളൂ, ഇനി ഒരു ബുധനാഴ്ചയുള്ളൂ, ഒരു ചൊവ്വാഴ്ചയുള്ളൂ, ഒരു തിങ്കളാഴ്ചയുള്ളൂ, ഒരു ഞായറാഴ്ചയുള്ളൂ, ഒരു ശനിയാഴ്ചയുള്ളൂ. കുറെ കാലമൊന്നുമില്ല ജീവിച്ചിരിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് നമ്മൾ ഒരു ചാർട്ട് ഇരുന്ന് തയ്യാറാക്കണം. എഴുതിയിട്ടല്ല, എഴുതേണ്ട ആവശ്യമില്ല. ഒരു 15 മിനിറ്റ് എങ്കിലും ഏതെങ്കിലും മൂലയിൽ, ഒന്നുകിൽ വീട്ടിൽ എല്ലാവരോടും മുമ്പോ ലൈറ്റ് ഇല്ലാതെ ആ വീട്ടിന്റെ ഒരു മൂലയിൽ ഒന്നുണ്ടാക്കി ഒന്നിരുന്ന്, അല്ലെങ്കിൽ പള്ളിയുടെ മൂലയിൽ ഒന്നിരുന്ന് ഒരു വിശകലനം നടത്തുക. നമ്മൾ ജീവിതത്തിൽ ദുന്യാവിന്റെ കാര്യത്തിൽ അങ്ങനെ ചാർട്ട് തയ്യാറാക്കണ്ടേ, പ്ലാൻ ചെയ്യാറുണ്ട് ഇരുന്നിട്ട് അതുപോലെ ഒരു പ്ലാൻ ചെയ്യുക. ഇതുവരെ കഴിഞ്ഞതിലെങ്ങനെ ഇനി എങ്ങനെ അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഇതിനൊക്കെ ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും, എങ്ങനെ ഇതിനൊക്കെ നമുക്ക് മറിച്ച് മാറ്റം വരുത്താൻ പറ്റും ചിന്തിക്കുക. അള്ളാഹു അതിനുള്ള നല്ല ഈമാൻ നമുക്ക് നൽകുമാറാവട്ടെ. إن الحمد لله وأشهد الله على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين وعلى من اتبع الهدى إلى يوم الدين. أما بعد يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹു നിയമങ്ങൾ നിർദ്ദേശങ്ങളും പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് എന്ന ബോധത്തോടുകൂടി നമ്മുടെ അമലുകളെ ക്രമീകരിക്കണമെന്ന് ഒന്നുകൂടി ഓരോരുത്തരും ഓർമ്മിക്കുകയാണ്. 2 പേര് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ മുന്നേ പറഞ്ഞ നമ്മുടെ അഷറഫ് സാഹിബിന്റെ മകൻ ഇപ്പോഴും കിടപ്പ് രോഗിയാണ്, അപകടത്തിൽപ്പെട്ടതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അവരുടെ ആരോഗ്യം നന്നാക്കി കൊടുക്കുമാറാവട്ടെ. അതേപോലെ ഒരാൾ മരിച്ചു, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ, മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന സ്വർഗ്ഗബോധമാക്കി മാറ്റി കൊടുക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ ഇന്ന് കേന്ദ്ര പള്ളി ഫണ്ടാണ്, ശ്രദ്ധിക്കുക. നമ്മൾ നമ്മുടെ പള്ളിക്ക് വേണ്ടി നന്നായി ചെലവഴിക്കാൻ തയ്യാറാവുക. ഇന്ന് ചിലപ്പോൾ അവസാനത്തെ വെള്ളിയാഴ്ച ആയിരിക്കുമല്ലോ. എല്ലാവരും നല്ല രൂപത്തിൽ ദാനം ചെയ്യാൻ, ഈ പള്ളിക്ക് വേണ്ടി നല്ല രൂപത്തിൽ കൊടുക്കാൻ തയ്യാറാവുക. ചിലപ്പോൾ തിരക്കുകൾക്കിടയിൽ ഒന്നും കരുതാതെ വന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാം. അവർ ഇന്ന് തന്നെ കമ്മിറ്റി അറിയിക്കുക, ഇത്ര എത്തിക്കുന്ന അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇന്നോ നാളെയോ ആയി നമ്മൾ ഒരു തുക ഏൽപ്പിക്കണം. ആവട്ടെ, എല്ലാവരും നല്ല ഒരു തുക എത്തിക്കണം. ഇൻഷാ അല്ലാഹ് ബാക്കി പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ശേഷം ഒരു 15 മിനിറ്റ് എല്ലാവരും ഇരിക്കണം, ഓർമ്മിക്കണം. അത്യാവശ്യങ്ങൾക്ക് പോകാനോ പൊതുവ ദീർഘിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പൊതുവ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് പെരുന്നാളുമായി ബന്ധപ്പെട്ട 2-3 നിർദ്ദേശങ്ങൾ കൂടി പറയാനുണ്ട്. അത് ഇപ്പോൾ പറഞ്ഞ സമയം വൈകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ സദഖ കാര്യമായി ഉണ്ടാവണം. പ്രത്യേകിച്ച് പള്ളിക്ക് വേണ്ടി ഇന്ന് നന്നായി ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു ആ രൂപത്തിലുള്ള ഈമാൻ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാം അല്ലാഹു മുസ്ലിമായി ജീവിക്കുവാനും മരിക്കുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിച്ച് മരിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ ഈ റമദാനിലെ അമലുകൾ ഞങ്ങൾ നീ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹു നമ്മുടെ എല്ലാ നന്മകളും നീ ഖബൂലാക്കണേ അല്ലാഹ്. എല്ലാം കാണുന്ന അർഹമുർ റഹീമായ അല്ലാഹുവേ മുസ്ലിമായി ജീവിക്കുവാൻ, മുസ്ലിമായി മരിക്കുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്.
അള്ളാഹുവെ മരണം വരെ ഞങ്ങളുടെ ഈ ആരോഗ്യം നീ നിലനിർത്തി തരണേ അള്ളാഹ്. മറ്റുള്ളവരുടെ ആശ്രയമില്ലാതെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ആരോഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അള്ളാഹ്. അള്ളാഹുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസർ വെള്ളം കോരി കൊടുക്കുമ്പോൾ അത് വാങ്ങി കുടിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അള്ളാഹ്. നീ ഇഷ്ടപ്പെട്ടവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അള്ളാഹ്. നീ സ്നേഹിച്ചവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അള്ളാഹ്. അള്ളാഹുവേ രോഗം കൊണ്ട് രോഗികളായി ആശുപത്രിയിൽ കഴിയുന്നവർ, ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവർ, അള്ളാഹുവേ അവർക്ക് നീ പരിപൂർണ ആരോഗ്യം കൊടുക്കണേ അള്ളാഹ്. ഈ പറഞ്ഞ സഹോദരൻ, ഈ പറഞ്ഞ ദുആക്ക് വേണ്ടി വസിയത്ത് ചെയ്ത സഹോദരൻ, അള്ളാഹുവേ അദ്ദേഹത്തിന് പരിപൂർണ ആരോഗ്യം കൊടുക്കണേ അള്ളാഹ്. അദ്ദേഹത്തെ പരിപൂർണ ശിഫ നീ കൊടുക്കണേ അള്ളാഹ്. അള്ളാഹു നമ്മിൽ ഇഷ്ടപ്പെട്ടവർ, നമ്മുടെ ഉറ്റവർ, ഉടയവർ ആശുപത്രികളിൽ വീടുകളിൽ കഴിയുന്ന അള്ളാഹുവെ അവർക്ക് നീ ശിഫ നൽകണേ അള്ളാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا